നാടൻ രുചിയിലുള്ളൊരു ചേന ഉപ്പേരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഇതാ 2 കഷ്ണം ചേനയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചേനൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനലിൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മളിതുപോലെ നല്ല ചെറുതായിട്ടാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ, ഉപ്പേരിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക്, ചെറിയ ഉള്ളി, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. കട്ടാക്കി വെച്ച ചേന ഒരു അരിപ്പയിലിട്ടിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ കട്ടാക്കി ഇട്ട് കൊടുത്തിട്ട് കൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 2 വിസിലിൽ നമ്മളിത് വേവിച്ചെടുക്കുകയാണ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ കുറഞ്ഞ ചേരുവകൾ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് ഉണ്ടാക്കിയിരുന്നത്. 2 വിസിലിന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മളെടുത്ത് വെച്ച ചെറിയ ഉള്ളി ഇതുപോലെ കട്ടാക്കി എടുത്തിട്ട് അത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതോടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചേന അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടൻ രുചിയിലുള്ള ചേന ഉപ്പേരി. നമുക്കിത് ചേന ഉപ്പേരിയായിട്ടും ഇതുപോലെ കറിയായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കറിക്കാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഉപ്പേരിക്കാണെങ്കിൽ നമ്മൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.